അപ്പോൾ ഈ സ്പ്രോക്കറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റോക്കായിട്ട് വരുന്ന ഒരു NS-ൻ്റെ കാട്ടിയോ ACൻ്റെ കാട്ടിയോ വലിയ സ്പ്രോക്കറ്റാണ് ഇട്ടേക്കുന്നത്. അതിൽ വരുന്ന 39 ടീത്താണ്. ഇപ്പോൾ ഇത് ഞാൻ അത് 41 ടീത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വണ്ടിയിൽ ഇട്ടേക്കുന്ന ചെയിൻ സ്പ്രോക്കറ്റിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. കാരണം നോർമലായിട്ട് വരുന്ന ഒരു NF200ൻ്റെയോ AS200ൻ്റെയോ സ്പ്രോക്കറ്റിൻ്റെ കാട്ടി കുറച്ചുകൂടി വലിയ സ്പ്രോക്കറ്റാണ് ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നോർമലായിട്ട് നമ്മൾ NS-ലും AS-ലേക്ക് വരുന്ന സ്പ്രോക്കറ്റ് ഫ്രണ്ടിലാണെങ്കിൽ 14 ടീത്ത് വരുന്നതാണ്, ബാക്കിലോട്ട് വരണമെങ്കിൽ 39 ടീത്തിൻ്റെ സ്പ്രോക്കറ്റാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് RF200 സ്പ്രോക്കറ്റാണ്. ഇതിലാകുമ്പോൾ ഫ്രണ്ട് 14 ടീത്തും ബാക്ക് 41 ടീത്തുമാണ് വരുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ യാതൊരു രീതിയിലുള്ള ആൾട്രേഷൻസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഇത് RS-ൻ്റെ സ്പ്രോക്കറ്റാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. റോളോണിൻ്റെ ഈ സ്പ്രോക്കറ്റാണ് ഇത് ഇട്ട് വെച്ചേക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം. 14 ടീത്ത് ഫ്രണ്ടും ബാക്കിലാണെങ്കിൽ 41 ടീത്തുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് ഏകദേശം ഞാൻ ഒരു 52,000 കിലോമീറ്ററിലാണ് ഇത് സെറ്റ് ചെയ്തത്. ഇപ്പോൾ വണ്ടി ഏകദേശം ഒരു 57,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5,000 കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ ഓടിയിട്ട് ഇതിൻ്റെ വീഡിയോ ഇടാമെന്നാണ് ഞാൻ മുമ്പോട്ടേ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിട്ടിട്ട് ഒരേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ സ്റ്റോക്ക് ചെയിൻ സ്പ്രോക്കറ്റിനെ കാട്ടി ഇത് ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ പുതിയ സ്പ്രോക്കറ്റ് ഇട്ടിട്ട് ഒരു 2 or 3 ലെവൽസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ തന്നെ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. മറ്റേ കുറച്ചുകൂടെ ചെറിയ സ്പ്രോക്കറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ടായേനെ. അപ്പോൾ എനിക്കെന്തായാലും ഞാൻ ഇതിൽ കൂടുതലൊക്കെ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചെയിൻ പോകാറുണ്ട്. അപ്പോൾ പിന്നെ അതെനിക്ക് ഒരിക്കലും ബാധിക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം എനിക്കുണ്ടായ വണ്ടി ഓടിക്കാനുണ്ടായ വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്പ്രോക്കറ്റ് ഇടുന്നതിന് മുമ്പ് എൻ്റെ പഴയ സ്പ്രോക്കറ്റ് കിടന്ന സമയത്ത് എനിക്ക് സിക്സ്ത് ഗിയറിൽ ഒരു 60-58 ആ സ്പീഡിൽ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഇടിക്കുമായിരുന്നു. പക്ഷേ ഇതിട്ടതിന് ശേഷം ഇട്ട 2 ദിവസം എനിക്ക് നല്ല രീതിക്ക് ഇതിൻ്റെ പവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിട്ടതിന് ശേഷം എനിക്കൊരു സിക്സ്ത് ഗിയറിൽ 52 സ്പീഡ് വരെ ഒരു എഞ്ചിനടി ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇത് ഇട്ടേൻ്റെ അന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചറിയാം, അവിടെ റോഡുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ക്ലച്ച് വിട്ട് കയറ്റിയപ്പോൾ തന്നെ വീലൊക്കെ ഒന്ന് റോളടിച്ചാണ് കയറിയത്. അപ്പോൾ 2 ദിവസം ഇതിട്ടതിന് ശേഷം നല്ല പവർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം ഓട്ടിച്ച് ആ ഒരു ഫീൽ മാറിയപ്പോൾ അതൊക്കെ അങ്ങ് പോയി. എന്നാലും ഇത് എനിക്ക് കംഫർട്ടബിളാണ്. പിന്നെ ഈ ചെറിയ സ്പ്രോക്കറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടോപ്പ് എൻഡ് കിട്ടും. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ വലുതിട്ടേക്കൊണ്ടുവന്ന് തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് കുറച്ച് കുറഞ്ഞാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ടോപ്പ് എൻഡ് ഒന്നും അടിച്ച് കളിക്കാറില്ല. ഞാൻ ഇതൊരു 130 വരെയൊക്കെ കയറ്റിയിട്ടുള്ളൂ. എങ്ങനെ പോയാലും ഒരു 140+ സ്പീഡ് ഇത് കയറും. പക്ഷേ ഇപ്പോൾ ഞാൻ വലിയ സ്പ്രോക്കറ്റ് ഉണ്ട്, ഇനി എത്രമാത്രം കയറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ടോപ്പ് എൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഇനിഷ്യൽ പവർ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് ഇട്ടതിന് ശേഷം. സ്പ്രോക്കറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഓടിച്ചിട്ട് വണ്ടി നല്ല രീതിക്ക് ടോർക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലോ സ്പീഡിൽ പോയിട്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് എടുക്കുമ്പോഴേക്ക് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ റോളോണിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ് RF200ൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2028 രൂപയാണ്. അപ്പോൾ ഇത് ലോക്കൊന്നും വരാത്ത ചെയിനാണ്. ലോക്ക് വരാത്ത ചെയിൻ ആയതുകൊണ്ട് തന്നെ സിങ്ങാമും ഈ അണ്ടർബെല്ലിയെല്ലാം അഴിച്ചു വെച്ചാൽ മാത്രമേ ഈ ചെയിൻ അതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ലോക്ക് വരാത്ത ടൈപ്പ് ചെയിൻ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കുള്ളവരും ഈ ചെയിനിൻ്റെ കണ്ണി പൊട്ടിച്ചിട്ട് ചെയിൻ ലോക്ക് വാങ്ങിച്ചിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മാക്സിമം അങ്ങനെയൊന്നും സെറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്യാതെ ഇടുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. ഓക്കെ ഗൈസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.